ദൈവമേ നീ എന്നിൽ അനുദിനവും വളരണമേ. ഞാനോ കുറയേ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം അധ്യായം 1. അക്കാലത്ത് പീലിപ്പോസ് നഥാനിയെ കണ്ട് അവനോട് പറഞ്ഞു, മോശയുടെ നിയമത്തിലും പ്രവാചക ഗ്രന്ഥങ്ങളിലും ആരെപ്പറ്റി എഴുതപ്പെട്ടിരിക്കുന്നുവോ അവനെ, ജോസഫിന്റെ മകൻ നസ്രത്തിൽ നിന്നുള്ള യേശുവിനെ ഞങ്ങൾ കണ്ടു. നഥാനിയേൽ ചോദിച്ചു, നസ്രത്തിൽ നിന്ന് എന്തെങ്കിലും നന്മ ഉണ്ടാകുമോ? പീലിപ്പോസ് പറഞ്ഞു, വന്നു കാണുക. നഥാനിയേൽ തന്റെ അടുക്കിലേക്ക് വരുന്നത് കണ്ട് യേശു അവനെ പറ്റി പറഞ്ഞു, ഇതാ നിഷ്കപടനായ ഒരു യഥാർത്ഥ ഇസ്രായേൽക്കാരൻ. അപ്പോൾ നഥാനിയേൽ ചോദിച്ചു, നീ എങ്ങനെ എന്നെ അറിയുന്നു? യേശു മറുപടി പറഞ്ഞു, പീലിപ്പോസ് നിന്നെ വിളിക്കുന്നതിന് മുമ്പ് നീ അത്തിമരത്തിന്റെ ചുവട്ടിൽ ഇരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു. നഥാനിയേൽ പറഞ്ഞു, റബ്ബി, അങ്ങ് ദൈവപുത്രനാണ്, ഇസ്രായേലിന്റെ രാജാവാണ്. യേശു പറഞ്ഞു, അത്തിമരത്തിന്റെ ചുവട്ടിൽ നിന്നെ ഞാൻ കണ്ടു എന്ന് പറഞ്ഞതുകൊണ്ട് നീ എന്നിൽ വിശ്വസിക്കുന്നുവോ? അങ്ങനെയെങ്കിൽ ഇതിനേക്കാൾ വലിയ കാര്യങ്ങൾ നീ കാണും. യേശു തുടർന്നു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, സ്വർഗം തുറക്കപ്പെടുന്നതും ദൈവദൂതന്മാർ കയറിപ്പോകുന്നതും മനുഷ്യപുത്രന്റെ മേൽ ഇറങ്ങി വരുന്നതും നിങ്ങൾ കാണും. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയ ദൈവമക്കളെ, ഈ വിശുദ്ധ പ്രഭാതത്തിൽ നാം ദൈവത്തിരുസന്നിധിയിൽ പ്രാർത്ഥനാപൂർവമായിരിക്കുമ്പോൾ യഥാർത്ഥ ആത്മീയതയുടെ കൃപ ധ്യാനിക്കാം. ഇന്ന് ആഗോള തിരുസഭ അപ്പോസ്തലനായ വിശുദ്ധ ബർത്തലോമിയയുടെ തിരുനാൾ ആഘോഷിക്കുന്നു. ഈ വിശുദ്ധ ദിനത്തിന്റെ എല്ലാ നന്മകളും പ്രാർത്ഥനകളും നേരുന്നു. വിശുദ്ധ ബർത്തലോമിയ ക്രിസ്തുവിനോടൊപ്പം സഞ്ചരിക്കുകയും ക്രിസ്തുവിന്റെ തിരുമുഖം നോക്കി സ്വർഗീയ സത്യങ്ങൾ പഠിക്കുകയും ലോകത്തിന് ഉദ്ധിതനായ ക്രിസ്തുവിന്റെ മഹത്തായ സാക്ഷ്യം നൽകുകയും അങ്ങനെ ധീര രക്തസാക്ഷിത്വത്തിലൂടെ ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തുകയും ചെയ്ത വ്യക്തിയാണ്. ഈ അപ്പോസ്തലന്റെ ജീവിതത്തിൽ നാം കാണുന്ന ഏറ്റവും സുന്ദരമായ ആത്മീയ അനുഭവമാണ് ഇന്നത്തെ സുവിശേഷ പാഠം. ഇതാ നിഷ്കപടനായ ഒരു യഥാർത്ഥ ഇസ്രായേൽക്കാരൻ. ഭൂമിയിലെ ഏറ്റവും മാരകമായ തിന്മ കാപട്യമാണ്. ആ കാപട്യമില്ലാത്ത അനുഭവം യഥാർത്ഥ ആത്മീയതയാണ്. ആ ആത്മീയത നിറഞ്ഞ വ്യക്തിയായിരുന്നു വിശുദ്ധ ബർത്തലോമിയ. അദ്ദേഹത്തിന്റെ ജീവിതം മുഴുവനും നിഷ്കളങ്ക കൃപയുടെ മനസ്സായിരുന്നു, കാപട്യരഹിതമായിരുന്നു. ഒരു മനുഷ്യന്റെ ജീവിതം ധന്യമാകുന്നത് ആ വ്യക്തിയുടെ ഹൃദയത്തിന്റെ ലാളിത്യം ഉൾക്കൊണ്ടുകൊണ്ടാണ്. കൊച്ചു കുഞ്ഞുങ്ങളുടെ നിർമ്മല മനസ്സ് പോലെ ശുദ്ധവും വിനീതവും ദൈവീക കൃപയുടെ സമർപ്പണവുമായിരുന്നു വിശുദ്ധ ബർത്തലോമിയായുടേതും. യേശുവിന്റെ ജീവിതത്തെ സ്വന്തം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ പരിശ്രമിച്ച ഈ അപ്പോസ്തലന്റെ ജീവിത സാക്ഷ്യം നമുക്ക് മാതൃകയും പ്രചോദനവുമാണ്. വിശുദ്ധ ബൈബിളിലൂടെ നമ്മൾ അനുയാത്ര ചെയ്യുമ്പോൾ കാപട്യരഹിതമായി ദൈവത്തിനു മുമ്പിൽ മഹത്വമുള്ള വ്യക്തികളായി കാണപ്പെടുന്ന ഏതാനും ചിലരുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട വ്യക്തി പഴയ നിയമത്തിൽ നാം കാണുന്നത് മോസസിനെയാണ്. ദൈവമായ കർത്താവ് മോസസിനോട് പറയുന്നു, എനിക്ക് നിന്നെ നന്നായി അറിയാം, നീ എൻ്റെ പ്രീതി സമ്പാദിച്ചിരിക്കുന്നു. ദൈവത്തിന്റെ പ്രീതി സ്വന്തമാക്കിക്കൊണ്ട് ദൈവത്തിന്റെ മനസ്സിനൊത്ത് ജീവിച്ച വ്യക്തിയായിരുന്നു മോസസ്. പുതിയ നിയമത്തിൽ നാം വിശുദ്ധ ബർത്തലോമിയെ ഇതേ മുഖത്തോടെ കാണുന്നു. ദൈവത്തിന്റെ പ്രീതിക്ക് അവൻ പാത്രീഭൂതനായി. യേശുവിന്റെ രക്ഷാകരമായ ദൗത്യവും സ്വർഗീയ കൃപകളും സ്വർഗാരൂപിത ജീവിതവും ഇന്നത്തെ സുവിശേഷത്തിൽ വിശുദ്ധ ബർത്തലോമിയായിക്ക് നൽകപ്പെടുന്ന ഉത്തരമായി നൽകുന്നുണ്ട്. സ്വർഗം തുറക്കപ്പെടുന്നതും ദൈവദൂതന്മാർ മനുഷ്യപുത്രന്റെ മേൽ വന്നിറങ്ങുന്നതും
കയറിപ്പോകുന്നതും നിങ്ങൾ കാണും. ഒരു സ്വർഗീയ ദർശനത്തെക്കുറിച്ചുള്ള അവബോധം യേശു നൽകുകയാണ്. ഒരു സ്വർഗം ലക്ഷ്യമാക്കി ജീവിക്കുവാനുള്ള ബോധ്യം അവർക്ക് യേശു കൊടുത്തു. സ്വർഗം തുറക്കപ്പെടുന്നതും ദൈവദൂതൻ യേശുവിൻ്റെ മേൽ വന്ന് നിറയുന്നതും നാം കാണുന്നത് പ്രധാനമായി യേശുവിൻ്റെ ജ്ഞാനസ്നാന വേളയിലും രൂപാന്തരീകരണ വേളയിലും കാണുന്നുണ്ട്. സ്വർഗം തുറക്കപ്പെടുന്നു, ദൈവത്തിൻ്റെ സ്വരവും മഹത്വവും അറിയുന്നു, തേജോമയനായ ക്രിസ്തുവിനെ അവർ കാണുന്നു. അവരുടെ ജീവിതത്തിൽ ക്രിസ്തു വലിയ ആത്മീയ അനുഭവം നൽകി ശക്തിപ്പെടുത്തുകയും വിശ്വാസത്തിൽ സ്ഥിരതയുള്ളവരാക്കുകയും ചെയ്തു. ക്രിസ്തുവിൻ്റെ മഹത്വം കണ്ട അവർ പിന്നീട് ഒരിക്കലും അവിടെ നിന്ന് വേർവിടാതെ അവിടുത്തെ പിന്തുടരുകയും അവർ സാക്ഷികളായി തീരുകയും ചെയ്തു. വിശുദ്ധ ബർത്തലോമിയയുടെ തിരുനാൾ ആഘോഷിക്കുന്ന ഈ വിശുദ്ധ ദിനത്തിൽ നമുക്കും കാപട്യരഹിതമായി ജീവിക്കുവാൻ വേണ്ട ആത്മീയ കൃപയും വരവും പ്രാർത്ഥിക്കാം. നിഷ്കളങ്ക സ്നേഹത്തിൽ ദൈവത്തെ അന്വേഷിക്കുവാനും അവൻ്റെ തിരുഹിതം വിശ്വസ്തയോടെ നിറവേറ്റുവാനും നമ്മെല്ലാവരെയും യോഗ്യരാക്കണമേ എന്ന് ഈ ദിനം പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ. ആമേൻ. ദൈവമേ, നീ എന്നിൽ അനുദിനവും